പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു അധ്യയന വർഷം കൂടെ ആരംഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞൊരു വർഷം മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകി തന്നു. കർത്താവ്, ഈ വർഷത്തിൻ്റെ പ്രാരംഭ ക്ലാസ്സുകളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നല്ല അധ്യാപകനായ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആലോചനകളും പകർന്നു തന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങളെങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമം മഹിമപ്പെടുവാനിടയാകും. തിരുവചനം പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ പോലെ ആയിത്തീരുവാനും അനേകരെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കുവാനും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കട്ടെ, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം റോമാലേഖനം. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് അബൌട്ട് ദ എപ്പിസിൽ ബട്ട് വാട്ട്സ് ഇൻ ദ എപ്പിസിൽ എന്ന് പറഞ്ഞാൽ ലേഖനത്തെക്കുറിച്ച് പഠിപ്പിക്കാനല്ല ഞാൻ പോകുന്നത്. ഞാൻ ലേഖനത്തിൽ എന്തോ ഉള്ളതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ലേഖനത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ലേഖനത്തിൽ എന്തോ ഉള്ളതെന്ന് പഠിക്കുന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് റോമാലേഖനം തന്നെയാണ്. അത് വേണമെങ്കിൽ 1 or 2 ഭാഷാന്തരത്തിലുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേന് ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? റോമാലേഖനം മുഴുവൻ വായിച്ച് തീർന്നിരിക്കണം. നമ്മളിതിലെ ഓരോ വാക്യങ്ങളും വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും. പ്രസക്തമായിരിക്കുന്നത് നമ്മൾ കൂടുതൽ വിശദീകരണത്തിന് ഉപയോഗിക്കും. അല്ലാത്തത് നമ്മൾ ജസ്റ്റ് വായിച്ച് അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പറഞ്ഞു പോകും. അത്രയും കാര്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? പിന്നെ ഒരു ബൈബിൾ സ്കൂള് എന്നുള്ള രീതിയിൽ ഒരു ഫോർമാലിറ്റി ആയിട്ടൊരു പരീക്ഷ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് നമുക്കുണ്ടായിരിക്കും. പക്ഷേ പരീക്ഷയേക്കാളെല്ലാം എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് നോയിങ് ദ വേർഡാണ്. വചനത്തെ അറിയുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ശരി, റോമാലേഖനം നമ്മൾ പഠിക്കാൻ പോവുക. അതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ളതൊന്നും ഞാൻ അധികം വിശദീകരിക്കാൻ പോകുന്നില്ല. കാരണം അത് അതായത് ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആരാണ്. അപ്പോസ്തലനായ പൗലോസാണെന്ന് പൗലോസ് തന്നെ അതിനകത്ത് സാക്ഷിക്കുന്നുണ്ട്. അതല്ല എന്ന് നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. ആണെന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ട ആവശ്യമില്ല. വി ടേക്ക് വാട്ട് ഇറ്റ് ഈസ്. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു, കാലാകാലങ്ങളായിട്ട് ദൈവപണ്ഡിതന്മാർ എന്ത് വിശ്വസിച്ചിരിക്കുന്നു അത് മാത്രം നമ്മൾ എടുത്തിട്ട്, അല്ലാണ്ട് നമുക്ക് വേറൊരു പുതിയ തിയറി ഒന്നും നമുക്കിവിടെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ മെയിൻ വി ആർ ഗോയിങ് ടു എൻ്റർ. നമ്മൾ പ്രധാനമായിട്ട് ഈ ലേഖനത്തെ നമ്മൾ പഠിക്കാനായിട്ട് പോവുക. പക്ഷേ ഏതൊരു ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എഴുത്തുകാരൻ്റെ പശ്ചാത്തലം എന്താണെന്നറിയണം. അത് ഏത് എഴുത്തുകളാണെന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാനായിട്ട്. കാരണം അവൻ്റെ എഴുത്തുകളിലെല്ലാം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹം വളർന്നു വന്ന സംസ്കാരം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിനകത്ത് അതിൻ്റേതായിരിക്കുന്നൊരു സ്വാധീനം, നിഴല് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയായാലും അത് സ്വാഭാവികമാണ്. അപ്പോൾ എഴുത്തുകാരൻ്റെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു എന്ന് നമ്മൾ ഒന്ന് നോക്കും. 2, ഇത് ആർക്കാണ് എഴുതിയത് എന്നുള്ളതനുസരിച്ച് എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന ഭാഷാശൈലിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം താൻ പറയുന്നത് അവർക്ക് അവർക്ക് ലഭിക്കുന്നവർക്ക് മനസ്സിലാകണമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും തൻ്റെ സ്വയസിദ്ധമായ ഭാഷാശൈലിയിൽ നിന്ന് അല്പം ഒന്ന് വ്യതിചലിച്ച് താൻ എന്ത് ചെയ്തിരിക്കും? സംസാരിച്ചിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റൈറ്റർ ആൻഡ് ഓൾസോ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റെസിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു പശ്ചാത്തലവും എഴുത്തുകാരൻ്റെ പശ്ചാത്തലവും നമ്മളൊന്ന് നോക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയേക്കുന്നത്
ആർക്കെഴുതി എന്ന് തന്നെ ആ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയായത് എഴുതിക്കുക. അപ്പോൾ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ റോമൻ കൾച്ചർ, ആ റോമൻ സംസ്കാരത്തെക്കുറിച്ചും ആ റോമൻ വിശ്വാസികളെക്കുറിച്ചും ഒരല്പം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഇതിലെ പല ആശയങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് ഒത്തിരി സഹായകരമായിരിക്കും. കാരണം 12-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പൗലോസ് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ കൾച്ചറൽ കൊണോട്ടേഷൻ. അതിനൊരു സാംസ്കാരികമായിരിക്കുന്ന ഒരു പ്രസക്തി അവിടെ ഉണ്ട്. ഒരു ദൈവപൈതൽ ഒരിക്കലും, പ്രത്യേകിച്ച് റോമിലെ വിശ്വാസികളോട് പറയുകയാണ്, സാംസ്കാരിക ലോകത്തിൻ്റെ അത്യുച്ഛകളിൽ നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു റോമ പട്ടണം എന്നാണ്. അവിടെയുള്ള വിശുദ്ധന്മാരോട് പൗലോസ് ഇതൊരു മുന്നറിയിപ്പായിട്ടും കൂടാ പറയുന്നത്, യു ആർ നോട്ട് സപ്പോസ് ടു ലിവ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഏതോ ഒരു ഇഷ്യൂ റോമാ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പൗലോസിന് അത് എന്ത് ചെയ്യേണ്ടി വന്നത്, അല്പം ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ട് വന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എഴുത്തുകാരൻ്റെ ജീവിത പശ്ചാത്തലം, ആർക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ള അവരുടെ ജീവിത പശ്ചാത്തലം, ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ റോമാലേഖനം പഠിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മുടെ ഒരു മലയാളി കൾച്ചർ വെച്ചിട്ട് ഈ നൂറ്റാണ്ടിലിരുന്ന ഒരാളാണ് ഈ ലേഖനം എഴുതുന്നത് എന്നുള്ള ധാരണയിൽ ഒരിക്കലും റോമാലേഖനം വായിച്ചാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. അപ്പോൾ ഈ രണ്ട് ചിന്തകളോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എഴുത്തുകാരൻ്റെ ഒരു അല്പ ജീവിത പശ്ചാത്തലമാണ്. അതിന് ഞാൻ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരിലും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ? ഇല്ല, എന്നാൽ വാങ്ങിക്കണം ഒരെണ്ണം. ഇതിനകത്ത് റോമാലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. ഇതിന് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് പൗലോസിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. താൻ പൗലോസിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അതിനെ രണ്ടായിട്ട് തിരിക്കാം. AD എന്നും BC എന്നും തന്നെ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പും, എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടെത്തുന്നതിന് മുൻപും, യേശുവിനെ കണ്ടെത്തിയതിന് ശേഷവും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ചിലപ്പം അങ്ങനെ തിരിക്കാൻ പറ്റുമായിരിക്കാം. ചിലർക്ക് ഒന്നേ ഉള്ളായിരിക്കും, ഇതുവരെ അവർ ക്രിസ്തുവിനെ കണ്ടെത്തി കാണത്തില്ല, അപ്പോൾ അവർക്ക് ഒറ്റ ജീവിതാനുഭവമേ ഉള്ളത്. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനല്ല. തൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു എന്ന് ഒരിടത്തും താൻ ഒരു ജീവചരിത്രം പോലെ എഴുതിയിട്ടില്ല. പക്ഷെ തൻ്റെ ലേഖനങ്ങളുടെ പല ഭാഗത്തായിട്ട് താൻ ആരായിരുന്നു എന്നും തൻ്റെ വിശ്വാസ പ്രമാണം, താൻ എന്താണ് വിശ്വസിച്ചിരുന്നതെന്നും താൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ താൻ എന്ത് ചെയ്യുന്നുണ്ട്, ചില ക്ലൂസ് അവിടെ ഇവിടെയൊക്കെ തരുന്നുണ്ട്. അതെല്ലാം കൂടെ പെറുക്കി കൂട്ടിയാണ് നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തെ കണ്ടെത്തുന്നത്, ക്രിസ്തുവിന് മുൻപുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച്. അത് ഒറ്റവാക്കി പൗലോസ് പറയുന്നതാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്നുള്ളത്. പൗലോസ് പറയാ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസം എല്ലാവർക്കും സ്വീകാര്യമായ വചനം തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം താൻ പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. ഒടുവിൽ അകാലപ്രജ പോലുള്ള എന്നെ അവനെ തിരഞ്ഞെടുത്തു. താൻ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപുള്ള തൻ്റെ ജീവിതം താൻ അവിടോടായിട്ട് ചെറിയ സൂചനകൾ നമുക്ക് നൽകി തരുന്നുണ്ട്. നമ്മൾ അതൊന്നും നോക്കും. താൻ ഏത് നാട്ടുകാരനായിരുന്നു? തർസോസുകാരനായ ശൗൽ എന്നാണ് പൗലോസിനെ അറിയുന്നത്. കിലിക്കിയയിലെ തർസോസ് യഹൂദ മാതാപിതാക്കന്മാരുടെ പുത്രനായിട്ട് ശൗൽ ജനിച്ചു. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. ആ ആ ആ യെസ്, നോക്കിക്കേ, പൗലോസ് പറയാണ്, ഞാനൊരു പരീശനാണ്, ഞാനൊരു പരീശൻ്റെ മകനും കൂടെയാണ്. ഇവിടാണ് നിങ്ങൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച പരീശന്മാരെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് വേണം. ആരാ പരീശന്മാർ? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അക്ഷരം പ്രതി അനുസരിക്കുമെന്ന് ജീവിതം കൊണ്ട് വ്രതമെടുത്തവരും അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആര്? പരീശന്മാർ. പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? വേർപെട്ടവനെന്നാണ്.
എന്തിനു വേണ്ടി വേർപെട്ടവൻ? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അക്ഷരപ്രകാരം അനുസരിക്കാൻ വേണ്ടി വേർപെട്ടവൻ. ഏതിൽ നിന്ന് വേർപെട്ടവൻ? പാപത്തിൽ നിന്നും. അക്കാലത്തെ ജീവിത ശൈലിയിൽ നിന്നും, അക്കാലത്തൊരു സാധാരണ യഹൂദൻ ജീവിക്കുന്ന ജീവിത ശൈലിയിൽ നിന്ന് അവൻ സ്വയം തന്നെത്താൻ വേർപെടുത്തി. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവനായി ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് ജീവിച്ച ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. ഉദാഹരണം നമ്മളെയൊക്കെ കുറിച്ച് പറഞ്ഞാൽ പെന്തക്കോസുകാരൻ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? പെന്തക്കോസുകാരായ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട്, അപ്പോൾ നമുക്ക് പലതും ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ ലോകത്തെ അറിയുന്ന പോലെ നമുക്ക് അറിയാനായിട്ടൊരു ചാൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല. ടെക്നിക്കലി അത് തന്നെ പൗലോസോട്, ഞാൻ പരീശരിൽ നിന്ന് ജനിച്ച പരീശൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പെന്തക്കോസ് മാതാപിതാക്കന്മാരാൽ ജനിച്ച ഒരു പെന്തക്കോസുകാരനാണ്. ദാറ്റ് മീൻസ് എ ലോട്ട്. അത് ഒത്തിരി അർത്ഥം കൊടുക്കുന്ന ഒന്നാണ്. ആ ഒറ്റ ശൈലിക്ക് ഒത്തിരി അർത്ഥമുണ്ട്. അപ്പൊ തൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് താൻ പറയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് താൻ എന്തോ പറയുന്നു? ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. എൻ്റെ അർത്ഥം എന്നാ? ഒരു കറതീർന്ന യഹൂദനായിരുന്നു ഞാൻ. പൗലോസിന്റെ കാലത്ത് തന്നെ യൗവന സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്ന, അല്ലെങ്കിൽ യൗവന ജീവിത പങ്കാളികളെ എടുത്തിരുന്ന പലരും ഉണ്ടായിരുന്നു. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ആര്? തിമോത്തിയോസ്. തിമോത്തിയോസിന്റെ പിതാവ് യവനനായിരുന്നു. മനസ്സിലായോ? പിതാവ് യവനനായിരുന്നു. അപ്പം തിമോത്തിയോസിന് ആ സാക്ഷ്യം പറയാനൊക്കത്തില്ല. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയാൻ പറ്റത്തില്ല. പറയാനൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ വംശാവലി നോക്കിക്കഴിഞ്ഞാൽ അത്രയും സംശുദ്ധമായിരിക്കുന്ന എ പ്യൂർ ഹെറിറ്റേജ്. അങ്ങനെ ഒരുത്തൻ ദൈവഭാഗത്തേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അക്കാലത്ത്. ശ്രദ്ധിക്കാൻ പൗലോസ് പിന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എബ്രായരായതുകൊണ്ട് തന്നെ എബ്രായ അരാമ്യ ഭാഷകൾ പൗലോസിന് അറിയാമായിരുന്നു. താൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചാട്ടെ. എനിക്ക് ജഡത്തിൽ ആശ്രയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടി അവിടെ പ്രശംസിക്കുക എന്നുള്ള പദമാണ് കുറച്ചുകൂടെ അവൻ പറയുന്നത്. വകയുണ്ട്. വേറെ ആർക്കെങ്കിലും അങ്ങനെ വല്ലതും പറയാനുണ്ടെങ്കിൽ എനിക്കും പറയാനുണ്ട് ചിലതൊക്കെ. എന്നിട്ട് പറയുകയാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച തൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്യൂരിറ്റി ഓഫ് ദ ഹെറിഡിറ്റി, തൻ്റെ വംശാവലിയുടെ പാരമ്പര്യത്തിൻ്റെ പൂർണ്ണത തന്നെ വെളിപ്പെടുത്തുകയാണ്. കറവള ഇല്ലാത്ത ഒരു എബ്രായനാണ് ഞാൻ. 4-5 വാക്യങ്ങൾ വായിച്ചോ. എബ്രായ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അപ്പൊ നോക്കുക, തൻ്റെ പശ്ചാത്തലം, തൻ്റെ ജീവിത പശ്ചാത്തലത്തെ പൗലോസ് അല്പമായിട്ടൊന്ന് വരച്ച് കാണിക്കുക. ഇനി താന് ഒരു സ്വന്തമായ തൊഴിൽ തനിക്കറിയാവുന്നൊരു മനുഷ്യനായിരുന്നു. പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, തനിക്ക് കൂടാരപ്പണി നല്ലപോലെ അറിയാമായിരുന്നു എന്ന്. പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. കൂടാരപ്പണി ചെയ്യാൻ അറിയാവുന്നവരായിരുന്നു പൗലോസ്. അപ്പോൾ ഒരു കൈത്തൊഴിൽ അവനുണ്ടായിരുന്നു. എല്ലാ യഹൂദ ബാലന്മാരും ഒരു കൈത്തൊഴിൽ പഠിക്കുന്ന പോലെ തന്നെ അവനും ഒരു കൈത്തൊഴിൽ എന്ത് ചെയ്തിരുന്നു? പഠിച്ചിരുന്നു. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് താൻ വളരെ വ്യക്തമായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലെ പൗലോസിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ തന്നെ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിടുന്ന, അത് വളരെ അക്കാലത്തെ വളരെ പ്രസിദ്ധനായ യഹൂദ പണ്ഡിതനായിരുന്നു ഗമാലിയേൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു അവസരം അദ്ദേഹത്തിൻ്റെ. ഇന്ന ഗുരുവിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത് എന്ന് പറയുന്നത് അന്ന് ഒരു വലിയ കാര്യമാണ്. പൗലോസ് പറയുക, പരീശനായ എനിക്ക് ഇങ്ങനൊരു ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കാനായിട്ട് എനിക്കൊരു വലിയ ഭാഗ്യം ലഭിച്ചു.
തൻ്റെ പിതൃപാരമ്പര്യങ്ങളെക്കുറിച്ച് താൻ വളരെ എരിവുള്ളവനുമായിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ മതഭക്തനായിട്ട് യഹൂദ പാരമ്പര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകി കൊടുത്തുകൊണ്ട് ഒരു ഉഴപ്പൻ ജീവിതമല്ലായിരുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറിയവനായിരുന്നു. ഒരു ഉഴപ്പൻ ജീവിതമല്ലായിരുന്നു പൗലോസ് നയിച്ചിരുന്നത്. അപ്പൊ പൗലോസിന്റെ ആ ഒരു ജീവിത പശ്ചാത്തലം നമ്മൾ നോക്കുന്ന ഒരു ഏറ്റവും നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹി വാസ് ഒത്തന്റിക് ഇൻ ഹിസ് ഫെയ്ത്ത്. തൻ്റെ വിശ്വാസത്തില്, തൻ്റെ ജീവിതത്തില്, തനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുകളിൽ നല്ല ബോധ്യമുള്ള ഒരുവനായിരുന്നു. ഒരുമാതിരി ഒരു ഉഴപ്പൻ ടൈപ്പ് അല്ലായിരുന്നു പൗലോസ്. അപ്പം അങ്ങനത്തെ ഒരാൾ വല്ലതൊക്കെ എഴുതുമ്പോൾ ഇറ്റ് മീൻസ് സംതിങ്. സാധാരണ ഞാനൊക്കെ പുസ്തകം വാങ്ങിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറ് ഓതർ ആരാന്നാണ്, എഴുത്തുകാരനാരാ. പിന്നെ ഉടനെ നോക്കും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, വെദർ ഹി ഹാസ് അത് പറയാനുള്ള ആംബിയർ ഉള്ളവനാണ് അവൻ. ചുമ്മാ മേടിച്ചതല്ല. ചുമ്മാ SLC പോലും പാസ്സാവാത്തവൻ ഡോക്ടറേറ്റ് വെച്ച് നടക്കുന്ന പോലെ അല്ല. വെദർ ഹി ഹാസ് ഗോട്ട് ദ ആംബിയർ ടു സേ സംതിങ് അബൌട്ട് ദ ഒത്തൻറ്റിസിറ്റി. താന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി വല്ലതും പറയാൻ അതിനുള്ള കേൾപ്പുള്ളവനാണോ ഇത്? അതുകൊണ്ടല്ലേ ചില ആളുകൾ നമ്മൾ സംശയം ചോദിക്കാൻ പോകുമ്പോൾ അതിനുള്ള അറിവും പരിജ്ഞാനമുള്ളവരോടാ ചോദിക്കുക. Paul was such a man. പൗലോസ് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ചോദിക്കുന്നവരോട് ന്യായമായ രീതിയിൽ ഉത്തരം പറയത്തക്കവണ്ണം എക്യുപ്പ് യുവേഴ്സെൽഫ്. നിന്നെ തന്നെ നീ അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? പ്രാപ്തനാക്കിയെടുക്കണം. വായിക്കണം, പഠിക്കണം. ഒരിക്കലും പഠിച്ചു തീരില്ല നമ്മൾ. കാരണം ആധികാരികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി ഇവനുണ്ടോ? പൗലോസ് അങ്ങനത്തെ ഒരുത്തനായിരുന്നു. ഒരു തികഞ്ഞ യഹൂദ ഭക്തൻ എന്നുള്ള രീതിയിൽ അവനുണ്ടായിരുന്ന മതതീഷ്ണതയാണ് സഭയെ ഉപദ്രവിക്കാൻ കാരണമായി തീർത്തത്. അല്ലാതെ പേരിന് വേണ്ടി ഇറങ്ങിത്തീർത്തല്ല. താൻ വിശ്വസിക്കുന്ന കാര്യമാണ് ശരിയെന്നും അതിനെതിരായിട്ട് ഒന്നും വളരാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നുമുള്ള അവൻ്റെ തികഞ്ഞ മതതീഷ്ണതയാണ് തന്നെ ഒരു ക്രിസ്തു വിരോധിയാക്കി മാറ്റിയത്. അതെപ്പോഴും ഓർത്തോണം. കാരണം താൻ പ്രാപിച്ച താൻ മനസ്സിലാക്കിയ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവൻ്റെ അടിയുറച്ച ആ ബോധ്യം. എന്നാൽ എന്ന് ആ ബോധ്യത്തിൽ നിന്ന് മറ്റൊരു ബോധ്യത്തിലേക്ക് അവൻ വന്നോ, അവൻ ഇവിടെയും അതേ തീഷ്ണതയോടാണ് പോകുന്നത്. അപ്പൊ താനൊരു സഭയെ ഉപദ്രവിക്കുന്നവനായി മാറിയതിൻ്റെ പുറകിലെ കാരണം എന്നാണെന്നറിയാമോ? തൻ്റെ മതതീഷ്ണതയാണ്. ഇന്നും അത് തന്നെ. ക്രൈസ്തവ സഭയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവരുടെ മതതീഷ്ണതയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇത് എന്ന് വെളിപ്പെടുത്തുന്നതിൽ ഞാനും നീയും എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ക്രിസ്തുമതം മറ്റൊരു മതം പോലെ തരം താഴ്ന്നത് കൊണ്ട്, ക്രിസ്തുമതത്തിൻ്റെ ശക്തി ചോർന്നു പോയത് കൊണ്ട് മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഈ മതത്തെ ആക്രമിക്കുന്നതിൻ്റെ കാരണം നമുക്കിവിടെ ഇതിൻ്റെ ശക്തി, ദ യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. യൗവനക്കാരനായ പരീശൻ്റെ മരഭ്രാന്തായിരുന്നു സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശൗലിനെ എന്ത് ചെയ്തത്? പങ്കാളിയാക്കി മാറ്റിയതുപോലെ. അതിനവൻ വലിയ രസം കണ്ടെത്തി, അതിനൊരു വലിയൊരു സന്തോഷം കണ്ടെത്തി. തൻ്റെ വിശ്വാസം ശരിയാണെന്നുള്ള
ആ ആഴമായ ബോധമാണ് അവനെ ഈ അനുഭവത്തിലേക്ക് മാറ്റിവിട്ടത്. അതുമാത്രമല്ല, അവൻ ഒരു പടിയും കൂടെ ഇപ്പം മുന്നോട്ട് കയറി പറയാണ്, ഈ മതത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവനെയും ഉപദ്രവിക്കാനുള്ള അധികാരപത്രവും അവൻ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? കൈക്കലാക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഭയെ മുടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. കാരണം ഇത് ശരിയല്ല. യഹൂദ ന്യായപ്രമാണങ്ങൾക്ക് എതിരായി പ്രസംഗിക്കുന്ന ഈ മതം എന്തല്ല? ശരിയല്ല. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിച്ചേ. ആ, മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി ഞാൻ അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ അപ്പം പൗലോസിൻ്റെയും കൂടെ സമ്മതം വാങ്ങിച്ചിരുന്നു ഇവര്. പൗലോസ്, വാട്ട് യു സേ? പൗലോസ്, നീ എന്ത് പറയുന്നു ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ? കാരണം അതൊരു പൗലോസ് അന്നത്തെ ഒരു ഒത്തൻറ്റിക്, ആധികാരികമായി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പ്രാപ്തനായ ഒരുവനായിരുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ചോ. യഹൂദാമതത്തിലെ എൻ്റെ മുമ്പിലെത്ത് നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചവനായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ദൗത്യ നിർവഹണ യാത്രക്കിടയിലാണ് പൗലോസ് യേശുവിനെ കണ്ടെത്തുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം. ആ ആ ആ ആ നമുക്ക് സന്ദർഭം അറിയാമല്ലോ. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് പൗലോസിനുണ്ടായ ആ ക്രിസ്തു, യേശു ക്രിസ്തുവുമായുള്ള ആ ഒരു അവൻ്റെ ഒരു അഭിമുഖം തൻ്റെ ഈ ഒരു യാത്രക്കിടയിലാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു എന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്തുവായിരുന്നു അറിയാമോ? ഈ ലേഖനം എഴുതുന്ന ആളാരാന്ന് നമുക്കൊരു ബോധ്യം വേണം. പൗലോസിൻ്റെ തന്നെ ഭാഷയിൽ മറ്റൊരു ഭാഗത്ത് പോലും, ഞാൻ കേവലം ആകാശത്തോട് മുഷ്ടിഷ്ടം ചെയ്യുന്ന പോലെ അല്ല ഞാൻ വല്ലതും പറയുകയോ ഞാൻ ചെയ്യുകയോ ചെയ്യുന്നത്. വാട്ട് ഐ സേ ഈസ് വിത്ത് ഫുൾ കൺവിക്ഷൻ. ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് പരിപൂർണ ബോധ്യത്തോടാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് എന്ന് പൗലോസ് പറയുന്നതിന് കാരണം തൻ്റെ ജീവിതം അങ്ങനായിരുന്നു. ഞാനൊരു കാര്യം പറയാം, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ക്രിസ്തീയ ശുശ്രൂഷയിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. എനിക്ക് വേറെ ഒരു പണിയും കിട്ടിയില്ല, എന്നാൽ പിന്നെ സൂചന വിലയായിരിക്കും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവൻ്റെ ഒരു വിസ കൊടുത്ത് അവൻ വേഗം പൊക്കോളൂ. അവനൊരു ജോലിക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. കാരണം വേറെ ഒന്നും കിട്ടാഞ്ഞിട്ട് വന്നല്ലേ, കിട്ടി ഞാൻ അതാ പോകുന്നു. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഇതായിരിക്കാം. പൗലോസ് അങ്ങനല്ല. He stepped out with a good conviction. നല്ല ബോധ്യത്തോടാണ് താൻ എന്ത് ചെയ്തത്. അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരർത്ഥത്തിൽ കൊറോണയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം നിൽക്കാൻ പറ്റാത്ത ഒത്തിരിയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കൊഴിഞ്ഞു പോകും. നിൽക്കാൻ പറ്റില്ല ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ ലേഖനം എഴുതിയെന്ന് ഓർത്തോണം. അതുകൊണ്ടല്ലേ അപ്പോസ്തലന്മാരൊക്കെ തങ്ങളുടെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചത് കേവലം നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാ. അതല്ലേ അതിനുവേണ്ടി അവർ മരിക്കാൻ പോലും തയ്യാറായേ. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ആഴമായ കൺവിക്ഷൻ, ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടായിരിക്കണം. അപ്പം എന്തിനാണ് ഞാൻ എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞത്? ഇനി ഇദ്ദേഹം ഈ റോമാലേഖനത്തിലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ മനുഷ്യനെക്കുറിച്ച് ആഴമായിരിക്കുന്ന ഒരു ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ മനുഷ്യനെക്കുറിച്ച് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പൗലോസിന് യവനായ ഭാഷ നല്ലപോലെ അറിയാവുന്നൊരു മനുഷ്യനായിരുന്നു. എബ്രായ ഭാഷ അറിയാം, പരീശൻ എന്നുള്ള രീതിയിൽ എബ്രായ ഭാഷ അറിയാം.
താൻ എബ്രായ ഭാഷയ്ക്ക് പുറമെ ഇപ്പോൾ എന്ത് ചെയ്യാൻ തനിക്ക് യവന ഭാഷ അറിയാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ആ ആ ആ നോക്കുക, പൗലോസ് എബ്രായ ഭാഷ മാത്രമല്ല അറിയുന്നത്, യവന ഭാഷയെക്കുറിച്ചുള്ള, യവന സാഹിത്യത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഇവിടെ പൗലോസ് എന്ത് ചെയ്യാന്നറിയാമോ? യവന കവിതയിൽ നിന്ന്, ഗ്രീക്ക് കവിതയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് താൻ ഉദ്ധരിക്കുക. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. തീത്തോസ് 1:12. ആ ആ ആ ആ ആ അവരിലൊരു. അപ്പോഴ് നോക്കിക്കേ, ഗ്രീക്ക് സാഹിത്യത്തിൽ എന്തൊക്കെയാണ്, ആരെക്കുറിച്ചൊക്കെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് എന്ത് ചെയ്യുന്നു? തൻ്റെ ലേഖനങ്ങളിൽ എടുത്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഹി ന്യൂ ദാറ്റ് ലാംഗ്വേജ്. ആ ഭാഷയും ആ സംസ്കാരവും തനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. തൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോമൻ പൗരത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു താൻ. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ആ യെസ്, പൗലോസ് ജന്മനാ റോമൻ പൗരത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു താൻ. അന്നത്തെ കാലത്ത് റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയ ഒരു സ്ഥാനമാണ്. കാരണം ഒരു റോമാ പൗരനെ അങ്ങനെ ശിക്ഷിക്കാനോ ഒന്നും ഒരു അനുവാദമില്ല. വിസ്താരം കൂടാതെ ശിക്ഷിക്കാൻ പോലും അവന് അനുവാദമില്ല. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൗലോസ് ആ തുറുപ്പ് ചീട്ടെടുത്ത് കാണിക്കുന്നത്, റോമാ പൗരനായ എന്നെ നിങ്ങൾ വിസ്താരം കൂടാതെ വിധിക്കുന്നത്, ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ കാരണം. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 37 മുതൽ ആ ആ റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ ഒരു മനുഷ്യനെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അവർ ഉടനെ പുറകോട്ട് മാറിയല്ലോ. ആ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇയാൾ റോമാ പൗരനാന്ന് അറിഞ്ഞൂടെ? ഞാനത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാ, പക്ഷെ ഇവൻ ജന്മനല്ലതാ. അപ്പൊ തനിക്ക് എല്ലാ മതപരമായ രംഗത്ത്, യഹൂദ മതത്തിൻ്റെ രംഗത്ത് എനിക്ക് ഉഗ്രഹം നല്ലൊരു സ്ഥാനമുണ്ട്. പൗരത്വത്തിൽ താന് റോമൻ പൗരത്വം. അപ്പൊ ഈ മനുഷ്യനെന്ന് പറയുന്നത് ഒരു അപാര ജീവിയായിരുന്നു. മറ്റപ്പോസന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാവം മുക്കുമാർ ഇത്രയൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടല്ലേ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസന്മാരിൽ ഒട്ടും കുറഞ്ഞവനൊന്നും അല്ല എന്ന്. കാരണം ഒന്നുകൊണ്ടും പുറകിൽ നിർത്താൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു. ഒരു കാരണവശാലും അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഏതാണ്ട് മുത്തുപോ അത്രയും വിലയേറിയ വാക്കുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ജീവിച്ച പൗലോസാണ് തൻ്റെ ജീവിതത്തിൽ വന്ന ഏറിയ മാനസാന്തരത്തിൻ്റെ ഫലമായിട്ട് ക്രിസ്തുവുമായുള്ള തൻ്റെ ആ അഭിമുഖത്തോടുള്ള ബന്ധത്തിൽ താൻ ഒരു പുതിയ ശിഷ്യനായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, താനൊക്കെ ചിലയിടത്ത് എഴുതുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ചേരവന്ന് എണ്ണിയെന്ന്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്നിൽ വെളിപ്പെട്ടപ്പോൾ, അവനെ എന്നിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ, ഞാൻ ജഡരക്തങ്ങളോട് പോലും ആലോചന ചോദിച്ചില്ല, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ചേരവന്ന് എണ്ണിയെന്ന് പറയുന്നത് അവൻ്റെ പിന്നാമ്പുറം അറിയാവുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ളൂ. അല്ലാതെ കയറി കിടക്കാൻ ഇടയില്ലാത്ത ഒരാളായിരുന്നില്ല പൗലോസ്. ഇന്നും ജനത്തിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത്രയും ഔന്നത്യത്തിൽ നടന്ന ആ മനുഷ്യൻ ക്രിസ്തുഭക്തനായി തീർന്നിട്ട് താൻ പിന്നെ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ആഗ്രഹം താൻ പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിനെ അറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം എന്നൊക്കെ പാവം പറയുമ്പോൾ ദാറ്റ് മീൻസ് എ ലോട്ട്. അത് ഒത്തിരിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലേഖനം പഠിക്കുന്നതിന് മുൻപ്
ഈ ലേഖനം എഴുതിയ ആളാരാന്നൊന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഒരു ചെറിയൊരു രൂപം കിട്ടിക്കാണുമല്ലോ ആരായിരുന്നു ഈ മനുഷ്യനെന്ന്. ആ മനുഷ്യനാണ് ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്ന് എണ്ണയിട്ട് എത്രയോ പ്രാവശ്യം താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകളും പീഡനങ്ങളും സഹിച്ച് താൻ അവസാനം എഴുതുന്നു, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോവുക. അങ്ങനെ ചാവേണ്ട ഒരുത്തനല്ല ഇവൻ. താൻ ആ പഴയ അവസ്ഥയിൽ ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ ജീവിതം എങ്ങനെ കൊണ്ട് അവസാനിക്കേണ്ടതാ? ലോകപരമായിട്ട് കാരാഗ്രഹത്തിൽ കിടന്ന് താൻ ആ അവസാനം എഴുതുന്ന വാക്കുകളുണ്ട്, പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും എനിക്കില്ലായിരുന്നു, ഒരു പുതപ്പ് പോലും തന്നെ ഇല്ലായിരുന്നു. പറയുന്നു, നീ വരുമ്പോൾ ആ പുതപ്പൂടൊന്ന് കൊണ്ടുവരണം. പക്ഷേ ചരിത്രം പറയുന്ന പൗലോസിന് ആ പുതപ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ പൗലോസ് ആ തണുപ്പത്ത് പാനീയാഗമായി താൻ അവസാനിച്ചു. വെറും കൈയോടെ ജീവിതം അവസാനിപ്പിച്ചൊരു ഭക്തൻ, വെറും കൈയോടെ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ എത്ര പേര് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുമെന്ന്. ലാഭം ഇല്ല, എല്ലാം വിട്ട് കളഞ്ഞിട്ടേ. പൗലോസിനെ പോലെ ഒരു ശുശ്രൂഷ നമുക്കിന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആസ്തി എത്ര എന്ന് എണ്ണി തീർക്കാൻ പറ്റത്തില്ലല്ലേ. പൗലോസിനെ പോലെ കാണാൻ ഒരു ശുശ്രൂഷ നമുക്കിന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആസ്തി എത്രമാത്രമായിരിക്കും. ആ മനുഷ്യൻ്റെ ജീവിതം എനിക്കിന്നും ഒരു വെല്ലുവിളിയാണ്. ചുമ്മാതല്ല താൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുമെന്ന്. ചുമ്മാതല്ല അവൻ പോയപ്പോൾ അവൻ്റെ നെഴൽ വീണ ഒരു സൗഖ്യമായത്. ഈ ദിവസങ്ങളിൽ നമുക്ക് അത് വേണം ദൈവത്തോട് ചോദിക്കാൻ. കർത്താവേ, അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ഉണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ, അതാണല്ലോ നീ സഭയ്ക്ക് കൊടുത്തേ. അതെവിടാ ഞങ്ങൾക്ക് നഷ്ടമായേ? നമ്മൾ വാരി കെട്ടി വെച്ചേക്കുന്ന എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞേച്ച് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പുറപ്പില്ലാതെ കിടക്കുമ്പോഴും പൗലോസ് ഓർക്കുന്നൊരു വാക്യമുണ്ട്. പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. ശരിയാ, പുറയ്ക്കാൻ നിനക്ക് ഒരു പുറപ്പ് പോലും ഇല്ലെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിന്റെ മേൽ എന്ത് ചെയ്തുതരും? തികഞ്ഞു വരും. A total dependence on the grace of God. ദൈവത്തിൻ്റെ കൃപയിലുള്ളൊരു സമ്പൂർണ്ണ ആശ്രയം. പാടാ പാടാ ലവ് ചോദിക്കുന്നു, ഇത്രയും നാൾ കർത്താവിന് പിന്നെ കർത്താവിനെ സേവിച്ച് നടന്നിട്ട് എന്തോ ഉണ്ട് നിനക്ക്? ആ മനുഷ്യൻ്റെ ലേഖനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ലേഖനം പഠിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് താൻ ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കൽ അല്ലാതെ ഒന്നും പ്രശംസിക്കാനില്ല. ഞാൻ വേറൊരു ഭാഗത്ത് പറയുന്നു, എൻ്റെ ബലഹീനതകളിലെ എനിക്ക് പ്രശംസിക്കാനായിട്ടുള്ളൂ. അത് ആ എഴുത്തുകാരനെ കുറിച്ചുള്ളൊരു ചെറിയൊരു പിക്ചറായി ഞാൻ തന്നെ. നിങ്ങൾക്ക് ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇത് വായിക്കണം നിങ്ങൾ. ഞാനതുകൊണ്ട് അത്രയും ഭാഗം മാത്രം പറഞ്ഞു വിടുക. 2, ഈ മനുഷ്യൻ എഴുതിയ ലേഖനങ്ങളെ മൊത്തം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. റോമാലേഖനം എന്ന് പറഞ്ഞ ഒരു ലേഖനം മാത്രമല്ലല്ലോ പുള്ളി എഴുതിയേക്കുന്നത്. തൻ്റെ ലേഖനങ്ങളെ പ്രധാനമായിട്ട് 2ആയിട്ട് തിരിക്കാം. ഒന്ന്, വ്യക്തികൾക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ. ഒന്ന് വ്യക്തികൾക്ക് വേണ്ടിയുള്ളത്, മറ്റൊന്ന് സഭകൾക്ക് വേണ്ടിയുള്ളത്. മറ്റേത് ശരിയാണ് കേട്ടോ, ഞാൻ ആ രീതിയിലേക്കല്ല പോകുന്നത്, ഞാൻ വേറൊരു രീതിയിലോട്ടാണ് പോകുന്നത്.
വ്യക്തിപരമായിട്ട് വ്യക്തികളോട് പൗലോസ് പറയുന്ന കുറേ, അതിലാണ് തീത്തോസിൻ്റെ ലേഖനം, തിമോത്തിയോസിൻ്റെ ലേഖനം, ഫിലോമോൻ്റെ ലേഖനം ഒക്കെ വ്യക്തികൾക്ക് എഴുതുന്നതാണ്. പേഴ്സണൽ. പിന്നൊന്ന് സഭകൾക്കുള്ളതാണ്. അതെ, റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം. ഈ സഭകൾക്ക് എഴുതുമ്പോഴും അതിനകത്ത് രണ്ട് വിധത്തിലുള്ള കാഴ്ച ഇതുണ്ട്. ഒന്ന്, സഭകളിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എഴുതിയ ലേഖനമുണ്ട്. രണ്ട്, താൻ എന്ത് വിശ്വസിക്കുന്നു എന്ന് സഭയെ അറിയിക്കാനായിട്ട് എഴുതിയ ലേഖനങ്ങളുണ്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇപ്പൊ കൊരിന്ത്യ സഭയ്ക്കൊക്കെ ലേഖനം എഴുതുന്നത് അവരുടെ നിങ്ങൾ എഴുതി അയച്ച കാര്യങ്ങളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമോ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു, അത് ആ സഭയുടെ വിഷയങ്ങളെ ഡീൽ ചെയ്ത് എഴുതിയ വിഷയങ്ങളാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് റോമാലേഖനം. റോമാലേഖനം തൻ്റെ വിശ്വാസ പ്രഖ്യാപന ലേഖനമാണ്. താൻ എന്ത് വിശ്വസിക്കുന്നു, താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്, ഇതിൻ്റെ ആവശ്യകത എന്താണ്, ഈ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ എന്താണ്, അവസാനമായിട്ട് ഈ സുവിശേഷം അംഗീകരിച്ചവർ ജീവിക്കേണ്ടത് എങ്ങനെയാണ്. ഇതാണ് റോമാലേഖനം. പ്രശ്നങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. റോമാസഭയിലെ വിഷയങ്ങളൊന്നും പൗലോസ് കൈകാര്യം ചെയ്യുന്നില്ല. ഇത് തൻ്റെ വിശ്വാസ പ്രഖ്യാപന ലേഖനമാണ്. റോമാസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൗലോസ് ഇവരെ കണ്ടിട്ട് പോലുമില്ല. ജഡപ്രകാരം പൗലോസിനെ കാണാത്ത ഒരു സഭയാണ് റോമിലെ സഭ. അവർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ താൻ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന 4 കാര്യങ്ങൾ. താൻ വിശ്വസിക്കുന്ന സുവിശേഷം എന്തുവാ, ഈ സുവിശേഷം മനുഷ്യരോട് അറിയിക്കേണ്ട ആവശ്യകത എന്തുകൊണ്ട്, ഈ സുവിശേഷം അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെ, 4, ഈ സുവിശേഷം അനുസരിച്ചവർ എങ്ങനെ ജീവിക്കണം. ഈ 4 കാര്യങ്ങളായി ഈ റോമാലേഖനത്തിൻ്റെ പ്രതിപാദ വിഷയം. മറ്റ് പല രീതിയിൽ ഇതിനെ വിഭജിക്കുന്നവരുണ്ടായിരിക്കും. അവരോടൊന്നും എനിക്ക് പിണക്കമില്ല. പക്ഷെ എനിക്ക് ലഭിച്ച കൃപയനുസരിച്ചാണ് ഞാനിത് പഠിപ്പിക്കാൻ പോകുന്നത്. റോമാലേഖനത്തിൻ്റെ ഇത് സഭയുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതല്ല മറ്റ് ലേഖനങ്ങളെ പോലെ. തൻ്റെ വിശ്വാസ പ്രഖ്യാപന ലേഖനമാണ്. എന്താണ് സുവിശേഷം, സുവിശേഷത്തിൻ്റെ ആവശ്യകത, സുവിശേഷം അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ, ആ സുവിശേഷം അനുസരിച്ചവർ തുടർന്ന് ജീവിക്കേണ്ട രീതികൾ. ഇതെത്രയാണ് പൗലോസിൻ്റെ റോമാലേഖനത്തിൻ്റെ വിഭജനം എന്ന് പറയുന്നത്. ഇതിനെ കുറേയും കൂടി ഇനി സസൂക്ഷ്മമായിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും നമുക്ക് വിഭജിക്കാം. അത് നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. ഇതെഴുതിയ ഒരു കാലഘട്ടം കൂടെ പഠിക്കണം. അതും കൂടെ ഏറ്റവും നന്നായിരിക്കും അറിഞ്ഞിരിക്കുന്നത്. AD 57, 58 കാലങ്ങളിലാണ് ഇത് എഴുതിയേക്കുന്നത്. ഏതാണ്ട് ഈ സമയത്താണ് പൗലോസിൻ്റെ 3ാം മിഷണറി യാത്ര അവസാനിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് താൻ റോമിലേക്ക് പോകുന്നത്. പൗലോസ് തന്നെ പറയുന്നു, എനിക്കിനി സുവിശേഷം പ്രസംഗിക്കാൻ ഇവിടൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നമ്മളത് റോമാലേഖനം വിശദമായിട്ട് പഠിക്കുമ്പം. അപ്പോൾ തൻ്റെ 3 മിഷണറി യാത്രകളൊക്കെ അറിഞ്ഞു. 3ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ താൻ പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുക. കുറേ നാളുകളായി നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം റോമിൽ അങ്ങനെ ഒരു സഭയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്ന് നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്ന് കാണുന്നത് മൂലം 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് എന്തെങ്കിലും ലഭിച്ചിരിക്കുന്ന ആത്മീയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. നിങ്ങളാൽ ഞാനും അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീരണം. ഇറ്റ് ഈസ് എ 2-way മിനിസ്ട്രി. ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണം, നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമായി തീരണം. അപ്പോൾ തൻ്റെ 3ാം മിഷണറി യാത്രയുടെ സമാപനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, 3 മിഷണറി യാത്രകളിലൂടെ താൻ സുവിശേഷം എന്താണെന്നും സുവിശേഷം ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റം എന്താണെന്നും
സുവിശേഷം അനുസരിക്കേണ്ടവർ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ചൊവ്വേ കണ്ട ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഈ ലേഖനം എഴുതുന്നത്. ഒന്ന്, സുവിശേഷം അറിയിക്കേണ്ട ആവശ്യകത എന്താ? അത് പൗലോസ് പറയുന്നുണ്ട്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവമില്ലാത്തവരായി തീർന്നിരിക്കുക, അതുകൊണ്ടാണ് എല്ലാവരോടും സുവിശേഷം പറയേണ്ടത്. തൻ്റെ 3 മിഷണറി യാത്രകളിലും താൻ ചെയ്തുകൊണ്ടിരുന്നതാ. 2, ഈ സുവിശേഷം അനുസരിക്കുന്നവരിൽ വന്ന മാറ്റത്തെ പൗലോസ് ഈ ദേശത്തെല്ലാം കണ്ടിട്ടുണ്ട്. What change the gospel has made in these people's life? അവർക്ക് ലഭിച്ച നീതീകരണം, അവർക്ക് ലഭിച്ച വിശുദ്ധീകരണം, അവരെ ദൈവം ഇതെല്ലാം പൗലോസ് കണ്ടറിഞ്ഞത് മനുഷ്യനാണ്. 3-മതായിട്ട് പൗലോസ് പറയുന്നു, ഈ അനുഭവം പ്രാപിച്ചവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നും കൂടെ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു. 12-ാം അധ്യായം തൊട്ട് അതാണ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ആരായി നിങ്ങൾ? 11-ാം അധ്യായം വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തികളായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. സുവിശേഷം അംഗീകരിച്ച, സുവിശേഷത്താൽ നീതീകരണം പ്രാപിച്ച, വിശുദ്ധീകരണം പ്രാപിച്ച, തേജസ്കരണം പ്രാപിച്ച, അങ്ങനെയുണ്ട് പൗലോസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ശിക്ഷാവിധിയിൽ വിടുതൽ പ്രാപിച്ച, ആത്മാവിനാൽ നടത്തപ്പെടുന്ന നിങ്ങളോട് എനിക്കിനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ലോകത്തിനെതിരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. കാരണം അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ വിടുവിച്ച് നിങ്ങൾക്കൊരു പുത്തൻ ജീവിതാനുഭവം നിങ്ങൾ തന്നിരിക്കുക. അവിടെ നിങ്ങൾ ലോകത്തിനെതിരായിട്ട് ജീവിക്കരുത്. പകരം ഓരോ ദിവസവും നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് 12-ാം അധ്യായം തൊട്ട് 12, 13, 14 അധ്യായങ്ങളിലെല്ലാം പൗലോസ് എന്ത് ചെയ്യുന്നത് വിശദമാക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് അത് വായിച്ചാലേ അതിൻ്റെ ആ ഫുള്ളസ്റ്റ്, അതിൻ്റെ പൂർണ്ണ അർത്ഥം എന്തോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പൗലോസിനോട് തിരിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും വ്യക്തമാക്കിയിരിക്കുക പൗലോസ്. അപ്പൊ ഇതോർത്തോണം, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ലേഖനമല്ല ഇത്. ആസ്യ മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം നടത്തി എത്രയോ സഭകൾ സ്ഥാപിച്ച ഈ മനുഷ്യനാ താൻ പ്രസംഗിച്ച സുവിശേഷം എന്തായിരുന്നു എന്നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതെന്നും വളരെ വിശദമായി താൻ എഴുതുക. ഏതാണ്ട് 3-ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ താൻ എഴുതുന്നത് ഏതാണ്ട് AD 57-58 കാലത്താണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 21-ാം അധ്യായത്തിൻ്റെ 14 വരെ, റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം അതെല്ലാം അതിനകത്തുണ്ട്. അങ്ങനെ താൻ വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരവുമായിട്ട് എന്ത് ചെയ്യുക പോകുന്ന ഇത് സമയത്തായത് ഇത് എഴുതിക്കൊണ്ട് പോകുന്നത്, ഇത് കൊടുത്തയക്കുന്നത്. ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് അതിലേക്കൊന്ന് പ്രവേശിക്കും. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, മറ്റ് സഭകൾക്ക് എഴുതിയ പോലുള്ളൊരു ഉദ്ദേശമല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് തികച്ചും വ്യത്യസ്തമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ കൈകാര്യം ചെയ്തതല്ല ഇവിടുത്തെ ഉദ്ദേശം. തൻ്റെ വിശ്വാസ പ്രഖ്യാപനവും താൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഏതാണ്ടൊരു ഐഡിയ കിട്ടിയല്ലോ എന്തുവാന്നുള്ളത്. അതുകൊണ്ടാണ് റോമാലേഖനത്തെ മറ്റ് ലേഖനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയാൻ കാരണം. ഇറ്റ്സ് ദ കോർ ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അതിൻ്റെ കാമ്പാണ് റോമാലേഖനം. വേറെ ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ദിവസം മറ്റൊരു ലേഖനവും ഇല്ലെങ്കിലും റോമാലേഖനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ ജീവിതം വിജയകരമായിട്ട് നയിക്കാൻ കഴിയും. വേണ്ടുന്നതെല്ലാം അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി പതുക്കെ നമ്മൾ റോമാലേഖനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഒരു ഐഡിയ കിട്ടിയല്ലോ. ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ബുക്ക് എടുക്കണം നിങ്ങൾ. ഈ ബുക്ക് എടുത്ത് നിങ്ങളിത് വായിക്കണം. അതിൽ നിന്നായിരിക്കും നമ്മുടെ പൗലോസിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. നമുക്ക് നോക്കാം ഇനി നമ്മുടെ
ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ എഴുതപ്പെട്ട കാലവും എഴുതപ്പെട്ട പശ്ചാത്തലവും എല്ലാം നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ? കണ്ടു കഴിഞ്ഞു. ചില ഒരു അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് 16 അധ്യായങ്ങളുണ്ട്, 433 വാക്യങ്ങളുണ്ട്, 388 ചരിത്ര പരാമർശങ്ങളുണ്ട്, 87 ചോദ്യങ്ങളുണ്ട്, 45 പ്രവചനങ്ങളുണ്ട്, 29 നിവൃത്തിയാക്കപ്പെട്ട പ്രവചനങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിവൃത്തിയാകാനുള്ള 16 പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയമത്തിൽ നിന്ന് 62 ഉദ്ധരണികളുമുണ്ട്. അതൊരു ജനറൽ പ്രസംഗത്തിന് വേണമെങ്കിൽ കൊഴുപ്പ് വല്ലതും കൂട്ടണമെങ്കിൽ പറയാൻ വേണ്ടി മാത്രമാണ്. ഇതറിഞ്ഞുകൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു രസമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എഴുതുന്ന ഒരു ലേഖനത്തിനകത്ത് ഒത്തിരി മറ്റ് കൊട്ടേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ അറിയാമോ? അതിനെക്കുറിച്ച് എനിക്ക് അത്രയും അറിവുണ്ടെന്ന് അർത്ഥം. പൗലോസിനെ സംബന്ധിച്ച പഴയ നിയമത്തെക്കുറിച്ച് അത്രയും ഗ്രാഹ്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരു പൊതു ധാരണയ്ക്ക് വേണ്ടി ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞേക്കാം. അതിലൊന്ന്, ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം എന്തുവായിരുന്നു? പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു എന്തുവാ? തൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ ലേഖനം. എന്നാൽ അതോടൊപ്പം തന്നെ പൗലോസ് കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങളും കൂടെ ഉണ്ട് ഇതിനകത്ത്. കാരണം ഈ റോമാസഭയ്ക്കുള്ള പ്രത്യേകത എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതീയ വിശ്വാസികളും ഉണ്ടായിരുന്നു, യഹൂദ വിശ്വാസികളും ഉണ്ടായിരുന്നു. യഹൂദ വിശ്വാസികളിൽ തന്നെ 2 ടൈപ്പുണ്ട്. ഏതാ? എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ, പിന്നെ സങ്കരവർഗത്തിൽ നിന്ന് വന്നവർ, പിന്നെ അല്ലാതെ വേറൊരു കൂട്ടരും കൂടെ ഉണ്ട്, യഹൂദ മതാനുസാരികൾ എന്ന് പറഞ്ഞു വന്നവരുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവരെല്ലാം കൂടെയുള്ള ഒന്നിച്ചൊരു സഭയായതുകൊണ്ട് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പൗലോസ് അതൊക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ എന്തുവാന്ന് ചോദിച്ചാൽ, ഒന്ന്, യഹൂദ വിശ്വാസികളും ജാതീയ വിശ്വാസികളും തമ്മിലുള്ള പ്രശ്നത്തെ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ ഞാൻ തരാം. 2, അവിടെ 14-ാം അധ്യായത്തിൽ ബലഹീന വിശ്വാസികൾ എന്ന് പറഞ്ഞൊരു ടൈപ്പിനെ കാണാൻ കഴിയും. ആരാ? ബലഹീന വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്തോ ആരോഗ്യം കുറവുള്ളവരെന്നല്ല, വിശ്വാസത്തിൽ ആരോഗ്യം കുറവാണ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്തുവാ? പച്ചക്കറിയെ കഴിക്കാൻ പാടുള്ളൂ, മാംസം കഴിക്കാൻ പാടില്ല, ഇന്ന ദിവസങ്ങൾ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യണം? ആചരിക്കണം എന്നൊക്കെ പറയുന്നവർ. അല്ലെങ്കിൽ വിഗ്രഹാർപ്പിതമായിരിക്കുന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ നമ്മൾ പാടില്ല. ഇപ്പം ഉദാഹരണം, ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമാണല്ലോ, ഹലാൽ ഭക്ഷണം കഴിക്കാമോ ക്രിസ്ത്യാനി? പാടില്ലെന്നൊരു വലിയ കൂട്ടം ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അന്വേഷിക്കാൻ പോണ്ട, പ്രശ്നം തീർന്നില്ലേ? ഇതാരറിഞ്ഞൂടെ ഹലാലാണോ ഗിലാലാണോ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമാണ്. ഇപ്പം ഭയങ്കര ഇതിനെ വിശ്വാസത്തിലേക്ക് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നീ അവരുടെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോണ്ടെന്നേ. നിന്റെ വിശ്വാസത്തിനത് നിരക്കുന്നില്ലെങ്കിൽ അതൊന്നും ഇത്രയും വലിയ കൂടുതലൊക്കെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം കൊടുക്കില്ല. അപ്പോൾ അത് ബലഹീന വിശ്വാസികൾ, ഭക്ഷണം, ദിവസങ്ങൾ എന്നിവ ആചരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വലിയ പ്രസക്തിയുണ്ട്. പിന്നെ സഭയ്ക്കകത്തുള്ള ചില അച്ചടക്കരാഹിത്യം, അതാണ് 13-ാം അധ്യായത്തിൽ. അപ്പം അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ. അപ്പോൾ പൗലോസ് ചില ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദിൽ എങ്ങനെ ജീവിക്കണമെന്ന് പൗലോസ് തൻ്റെ പൊതു പ്രസ്താവനയിലൂടെ രേഖപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പം താൻ പ്രത്യക്ഷമായിട്ടത് പറയുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ജോസഫ് തൻ്റെ സഹോദരന്മാർ പോകാൻ നേരത്ത് പറയുന്നുണ്ട്, എനിക്ക് വഴിക്ക് വെച്ച് വഴക്കൂടായിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. ഓർക്കുന്നോ? എൻ്റെ കാര്യം എന്നാ? ഇവിടെ സ്വഭാവം അറിയാമേ ചൊവ്വേ.
ഇതുപോലെ പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ സഭയ്ക്കകത്തുണ്ടായിരുന്ന ചില വിഷയങ്ങളെ താൻ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക ചെയ്യുന്നത്. ഈ ലേഖനത്തെ നമുക്ക് പ്രധാനമായിട്ട് വേണമെങ്കിൽ ഞാൻ ആദ്യം 4 പറഞ്ഞു, പക്ഷേ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇൻട്രഡക്ഷൻ, മുഖവര എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. രണ്ടാമത്തത് സുവിശേഷത്തിൻ്റെ ആവശ്യകത, വൈ ദിസ് ഗോസ്പൽ, സുവിശേഷം എന്തുകൊണ്ട് പ്രസംഗിക്കപ്പെടണം, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഇത്. മൂന്നാമത്തത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ്. 4 നീതീകരിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ. 5 ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ. 6 രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ജീവിതം എങ്ങനായിരിക്കണം, പ്രായോഗിക ജീവിതം എങ്ങനായിരിക്കണം. 7 ഉപസംഹാരം. ഇങ്ങനെ 7 വേണമെങ്കിൽ തിരിക്കാം ഇതിനെ. അതൊരു ഒരു ഡീറ്റെയിൽഡ് വിഭജനമാണ്. അല്ലെങ്കിൽ ആദ്യത്തെ 4 അതൊരു ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ 4 ഞാൻ പറഞ്ഞത്. ഏതാ? സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനം അല്ലേ എന്ന് പറഞ്ഞ ആദ്യം 4. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു റോമാലേഖനത്തിൽ നമുക്ക് 4 വിഭജിക്കാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ക്ലാസ് കഴിയുന്നതനുസരിച്ച് നോട്ട്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ മെയിനായിട്ട് കയറാൻ പോകുന്ന റോമാലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്നത്തെ കേവലം ഇൻട്രഡക്ഷൻ മാത്രം. റോമാലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, 1-ാം അധ്യായം വായിച്ചേച്ച് വരണം. ഇന്ന് വായിക്കുന്ന വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അത് വായിച്ചാലും കുഴപ്പമില്ല, വ്യക്തിപരമായിട്ട് വായിച്ചാലും കുഴപ്പമില്ല. എപ്പോഴെങ്കിലും റോമാലേഖനം 1-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതായിരിക്കും നാളെ തൊട്ട് നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഓക്കെ, ഗോഡ് ബ്ലസ് യു.